ലോർഡ്, കർത്താവിൻ്റെ മഹത്വം അനുഗ്രഹീതമായ ദൈവിക സന്ദേശം കേൾപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകിയല്ലോ. സ്തോത്രം. യഹോവയുടെ ദയ നമ്മെ പരിപാലിക്കുന്നു. അവിടുത്തെ ദയ നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്നും ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നത്. ഒരു മരുന്നിൻ്റെയും ശ്രേഷ്ഠത കൊണ്ടല്ല. സ്തോത്രം. മരുന്ന് കഴിച്ചതുകൊണ്ടോ ഡോക്ടറെ കൃത്യമായി കാണിക്കുന്നത് കൊണ്ടോ ഇൻഷുറൻസ് എടുത്തതുകൊണ്ടോ ഒന്നും തന്നെയല്ല. ദൈവത്തിൻ്റെ ദയ നമ്മുടെ മേലുള്ളതുകൊണ്ട് ആരോഗ്യവും ബലവും നമുക്ക് തരുന്നു. രാവിലെ എഴുന്നേൽപ്പാൻ ദൈവം ശക്തി തരുന്നു. സ്തോത്രം. ആമേൻ. രാത്രിയിൽ കിടന്നുറങ്ങുന്നു. ആമേൻ. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുമോ എന്ന് നമ്മൾ വളരെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിലും സ്തോത്രം, ദൈവം എഴുന്നേൽപ്പിച്ചില്ലെങ്കിൽ നമുക്കാർക്കും എഴുന്നേൽപ്പാൻ കഴിയുകയില്ല. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, ഞാൻ നിൽക്കുന്നത് ദൈവത്തിൻ്റെ ദയയാണ്, ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയയാണ്, ഞാൻ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ ദയയാണ്. ആ ദൈവത്തിൻ്റെ ദയ ഓർത്ത് ഞാൻ നന്ദിയുള്ളവരായിരിക്കാൻ കർത്താവ് കൃപ നൽകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി നിൽപ്പാൻ ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. എത്രത്തോളം നമ്മുടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്താമോ അത്രത്തോളം നമ്മളെക്കൊണ്ട് ഉയർത്തുവാൻ ദൈവം ശക്തിയും ബലവും തരട്ടെ. ലഭിക്കുന്ന ആയുസ് എത്ര നമ്മൾ അറിയുന്നില്ല. അത്രയും ഓടി നമ്മൾ ഓടി തീർക്കുവാൻ ദൈവം കൃപ തരട്ടെ. ഇരുന്ന് തീർക്കുകയല്ല, നിരങ്ങി തീർക്കുകയല്ല. സ്തോത്രം. ഓടി തീർക്കാൻ ഉള്ള ഒരു വെമ്പൽ നമ്മുടെ അകത്തുണ്ടാവണം. സ്തോത്രം. നിങ്ങളറിഞ്ഞു കാണും, അറിയാത്തവർക്കായി നല്ലൊരു പങ്കം ആൾക്കാരും പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞതായ കർത്തൃദാസൻ ഈ ലോകത്തു നിന്നും മാറ്റപ്പെട്ടു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് സ്തോത്രം വളരെ ദൂരം ഓടിയ ഒരു ദൈവമനുഷ്യൻ. സ്തോത്രം. എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്തോത്രം. ആമൻ ഓരോ കാര്യങ്ങളും ആമൻ ചെയ്തെടുക്കുന്നത്, പരസ്യങ്ങൾക്ക് പോകുന്നത്, ഓരോ മീറ്റിങ്ങുകൾക്ക് അറ്റൻഡ് ചെയ്യുന്നത്, പല സംഘടനകളുമായി ചേർന്ന് നിന്ന് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്നത്. അവൻ ദൈവത്തിന് നേരത്തെ അദ്ദേഹത്തിനെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, ഇത്ര കാലം മാത്രം ഓടിയാൽ മതി. സ്തോത്രം. ആമേൻ. അതുകൊണ്ട് നിൻ്റെ നല്ല ഓട്ടത്തിൽ തന്നെ നിന്നെ ആമേൻ അങ്ങോട്ട് വിളിക്കണമെന്ന് ദൈവത്തിന് പദ്ധതിയുണ്ട്. മനുഷ്യന് ഒത്തിരി ചിന്തകളുണ്ട് കേട്ടോ. സ്തോത്രം. മനുഷ്യന് ഒത്തിരി ചിന്തകളുണ്ട്. സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ വഴി തികവുള്ളതാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ പദ്ധതികളും തികവുള്ളതാണ്. അതുകൊണ്ട് ആ മനുഷ്യന് കർത്താവ് കൊടുത്ത ആ സമയം ഓടിത്തീർത്തു. നന്നായി അധ്വാനിച്ചു. ദൈവത്തിൻ്റെ സമയമായപ്പോൾ മതി. ആമൻ, എനിക്ക് നിന്നെക്കുറിച്ച് ഉണ്ടായിരുന്ന നിൻ്റെ പദ്ധതി പൂർത്തീകരിച്ച് നീങ്ങിപ്പോരെ. സ്തോത്രം. എന്നാൽ എല്ലാവരെക്കുറിച്ചും അങ്ങനെ ആയിരിക്കില്ല. PN സക്കറിയ സാറ് ദീർഘവർഷങ്ങൾ ജീവിച്ചു, അല്ലേ? ദീർഘവർഷങ്ങൾ ജീവിച്ചിട്ട് ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത 3ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ. അദ്ദേഹം വേഗത്തിൽ പോയില്ല. സ്തോത്രം. നന്നായി ഓടി. അദ്ദേഹം കുറേയൂടെ കൂടുതൽ ഓടി. പക്ഷേ പ്രൈസുള്ള ദൈവത്തിൻ്റെ സമയമായപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു. നമുക്കറിയാവുന്ന പേരുകളായതുകൊണ്ടാണ് ഞാൻ ചേർത്ത് വെക്കുന്നത്. PS ഫിലിപ്പ് സാർ, അദ്ദേഹത്തിന് ഒത്തിരി പദ്ധതികളുണ്ടായിരുന്നു, പ്ലാനുകളുണ്ടായിരുന്നു. പക്ഷേ ദൈവം പറഞ്ഞു, ആ പ്ലാനൊന്നും നീ അല്ല ചെയ്യേണ്ടത്, ദൈവമാണ് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ഈ പറയപ്പെട്ട ദൈവദാസന്മാർ ഒക്കെ പോയ സ്ഥാനത്ത് ദൈവം അതാത് സമയങ്ങൾ ഓരോരുത്തരെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. നമ്മളത് അറിയുന്നില്ല. എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ദൈവം അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സമയം നമുക്ക് ദീർഘമാക്കി തന്നിരിക്കുന്ന സമയം ദൈവത്തിൻ്റെ ദയ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ദൈവത്തിന് വേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഒക്കെ ചെയ്യാൻ കർത്താവ് കൃപ നൽകട്ടെ. സ്തോത്രം. അപ്പോൾ എനിക്ക് അല്ലെങ്കിൽ നമുക്ക് ഒക്കെ ഓടുന്നതിനും ചാടുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ പരിമിതികളുണ്ട്. സ്തോത്രം. എല്ലാവർക്കും അവരുടേതായ ശരീരത്തിൻ്റെ പരിമിതികളുണ്ട്. അവർക്ക് ചെയ്യുവാനുള്ള കഴിവുകൾക്ക് പരിമിതികളുണ്ട്. അതെല്ലാം ദൈവത്തിനറിയാം. സ്തോത്രം. ദൈവം അത് കണ്ടും കേട്ടുമാണ് ഓരോരുത്തരെയും ഓരോന്നും ഏൽപ്പിക്കുന്നത്. സ്തോത്രം. അതെല്ലാവർക്കും ഒന്നും ഏൽപ്പിക്കത്തില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ലഭിച്ചിരിക്കുന്ന സമയം നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെയും ചെയ്യുവാൻ കർത്താവ് കൃപ നൽകട്ടെ. ദൈവത്തിൻ്റെ നാമം എല്ലാറ്റിലും ഉയരുവാൻ കർത്താവ് സഹായിക്കട്ടെ. തുടർന്നുള്ള സമയം സാക്ഷ്യത്തിനായിട്ടുള്ള സമയം വേർതിരിക്കുകയാണ്. പ്രബോധനത്തിനായിട്ടുള്ള സമയം വേർതിരിക്കുന്നു. ആമേൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന് മഹത്വം. ഒരിക്കൽ കൂടെ ക്രിസ്തു യേശുവിൽ എല്ലാവർക്കും വന്ദനം ചൊല്ലുന്നു. മുമ്പേ ഓർപ്പിച്ചതുപോലെ ഇന്നേ ദിവസം ആമേൻ ഇവിടെ വെച്ചുള്ള ആരാധന നമ്മൾ അവസാനിപ്പിക്കുകയാണല്ലോ. ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം നമുക്ക് അവസരങ്ങളെ നൽകി.
അവർ നമ്മളെയും ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിച്ചു. തുടർന്നും ആമേൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ. എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു കൺവെൻഷൻ നടത്തണമെന്ന്. അതിൻ്റെ സമയമായപ്പോൾ ദൈവം ഇങ്ങനൊരു സംവിധാനം ഒരുക്കി തന്നു. ഇങ്ങനൊരു കെട്ടിടം കിട്ടിയത് കൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യത്തോടെ നല്ലൊരു കൺവെൻഷൻ നടത്താൻ ഇടവരുത്തിയത്. അപ്പോൾ ദൈവം നമുക്ക് ഓരോന്നും അതത് സമയത്ത് നന്നായി ചെയ്തു തരുന്നു. പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ ആഗ്രഹം ഈ ഇടുക്കം മാറി വിശാലമായിരുന്ന ദൈവമക്കൾ കടന്നു വന്ന ദൈവത്തെ ആരാധിക്കണമെന്നാണ്. നിശ്ചയമായിട്ടും അവിടെ അപ്രകാരം കർത്താവ് ജനത്തെ തരും എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ചേർന്ന് നിൽപ്പാൻ, ക്രിസ്തുവിൻ്റെ രാജ്യത്തിനു വേണ്ടി നിൽപ്പാൻ ദൈവം നമുക്ക് കൃപയും ശക്തിയും നൽകട്ടെ. നമ്മളെവിടെയായിരുന്നാലും നമ്മുടെ ലക്ഷ്യം കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക, അല്ലാതെ മറ്റൊന്നും നമുക്കില്ല. നമ്മുടെ നാമം ഉയരേണ്ട കാര്യമില്ല, കർത്താവിൻ്റെ നാമമാണ് നമ്മൾക്ക് ഉയർത്തേണ്ടത്. സ്തോത്രം. നമുക്ക് പേരോ പ്രശസ്തിയോ നമ്മൾ എന്ത് ചെയ്താലും അത് കർത്താവിൻ്റെ നാമത്തിൻ്റെ, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്കായിരിക്കട്ടെ. നമുക്ക് ഈ ലോകത്തിലൊന്നും കൊണ്ടുപോകാനില്ല. സ്തോത്രം. ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ കുറച്ച് ദിവസമൊക്കെ ആൾക്കാർ പറയും, ആ പുള്ളി നല്ല ചെയ്തു, ഈ പുള്ളി നല്ല ചെയ്തു, നല്ല പെയിൻ്റ് ആയിരുന്നു ചെയ്തത്, നല്ലതായിട്ട് കസേര ചെയ്തു, നല്ലതായിട്ട് സ്റ്റേജ് ചെയ്തു എന്നൊക്കെ പറയാം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കുറച്ച് കഴിയുന്നുണ്ട് അതൊക്കെ അങ്ങ് മാറിപ്പോവും, മറന്നു പോകും, ഇതാര് ചെയ്തു എന്നൊന്നും ഓർക്കത്തില്ല. പക്ഷേ കർത്താവ് ഇതെല്ലാം ഓർക്കുന്നുണ്ട്. ഇതിനെല്ലാം പ്രതിഫലം കർത്താവ് സ്വർഗത്തിൽ തരും. അപ്പോൾ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാ. സ്തോത്രം. ആ പ്രതീക്ഷയിൽ നമുക്കുണ്ടാവട്ടെ. അത് ചെയ്യുന്നതെല്ലാം ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി ആയിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നു, അതിനായി പ്രയത്നിക്കുന്നു. അതിന് കർത്താവ് കൃപ നൽകട്ടെ. ഇന്ന് ഒത്തിരി സമയം നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. അല്പസമയം ദൈവത്തിൻ്റെ വചനം ചിന്തിച്ച് പ്രാർത്ഥിച്ച് നേരത്തെ നിർത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. സ്തോത്രം. അതുകൊണ്ട് അങ്ങനെ തന്നെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് കാര്യങ്ങൾ ഒത്തിരി ചെയ്തെടുക്കുവാനുണ്ടല്ലോ. കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കട്ടെ. പ്രാർത്ഥനയോടെ പോയില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം 4-ാം വാക്യം നമ്മുടെ ശ്രദ്ധയിലേക്ക്. നമുക്ക് ഒത്തിരി സുപരിചിതമായ വാക്യം, വേദപുസ്തകത്തിലെ വാക്യങ്ങളെല്ലാം സുപരിചിതമാണ് നമുക്ക്. സ്തോത്രം. ഈ തിരുവചന ഭാഗം ഒരു പക്ഷേ സഭായോഗത്തിന് എന്തിനെടുത്തു അല്ലേ? എനിക്കൊരു നിയോഗം ഇന്ന് കിട്ടി, അതുകൊണ്ടെടുത്തു. ചോദ്യവും ഉത്തരവും ഞാൻ തന്നെ പറഞ്ഞു. ഈ ചരിത്രം നമുക്കറിയാം. അനന്യാസും സഫീറയും തമ്മിലുള്ള സംഭാഷണം, അവരുടെ പത്രോസിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലുള്ള ശുശ്രൂഷ. ഈ ഭാഗം എല്ലാ ദൈവജനത്തിനും ദൈവസഭയ്ക്കും ദൈവദാസന്മാർക്കും അറിയാം. ഒത്തിരി പ്രസംഗിക്കപ്പെട്ടിട്ടുള്ള ഭാഗമാണ്. എന്നാൽ ഇക്കാലങ്ങളിൽ ഇത് പ്രസംഗിക്കപ്പെടാതെ പോകുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം പ്രസംഗിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ്. പ്രസംഗിക്കുമ്പോൾ അവരോട് തന്നെ ഇത് സംസാരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പലരും ഈ പുസ്തകത്തിൽ നിന്ന് സംസാരിക്കാൻ തയ്യാറല്ല. പ്രസംഗിച്ച് കേട്ടാൽ തന്നെയും അത് വിമർശനാത്മകമായി തീരുന്നു എന്നുള്ളത് കൊണ്ട് പലരും ഇത് താഴ്ത്തി വയ്ക്കുകയാണ്. അങ്ങും ഇങ്ങും ചിലർ. കാരണം എല്ലാവർക്കും ഇഷ്ടമെന്ന് പറയുന്നത് അനുഗ്രഹത്തിൻ്റെ വാക്കുകളാണ്. സ്തോത്രം. എന്നാൽ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്ന നിയോഗം ഇങ്ങനെയാണ്. ഞാനതിനെ ഇങ്ങനൊന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വചനത്തിലേക്ക് വരാം. സ്തോത്രം. നമ്മൾ വീട്ടിൽ കൃഷികളൊക്കെ ചെയ്തിട്ടുള്ളവരും ചെയ്തുകൊണ്ടിരിക്കുന്നവരുമാണ്. എന്നും പൊട്ടാഷ് തന്നെ ഇട്ടാൽ ഒരു കൃഷിക്ക് എന്നും പൊട്ടാഷ് അങ്ങ് ഇടുക, എന്തായിരിക്കും അവസ്ഥ? അല്ല, വേണ്ട. എന്നും കുറേ കാൽസ്യം അങ്ങിടുക. അങ്ങനെ പറഞ്ഞാൽ അറിയത്തില്ലായിരിക്കും. എന്നാൽ പിന്നെ കുറേ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ എല്ലാ ദിവസവും, എല്ലാ ആഴ്ചയിലും അങ്ങ് വെക്കുക. എല്ലാ ദിവസവും അങ്ങ് വേണ്ട, എല്ലാ ആഴ്ചയിലും കുറേ ബ്ലഡ് മീൽ അങ്ങ് ഇടുക, അല്ലെ കുറച്ച് ബോൺ മീൽ അങ്ങ് ഇടുക, അല്ലെ കുറച്ച് 2020 വളം അങ്ങ് ഇടുക. ഞാനിതൊക്കെ ഇടുന്ന കേട്ടോ. ഇങ്ങനെ എല്ലാ ആഴ്ചയിലും അങ്ങ് ഇടുക. ഞങ്ങളുടെ മൂത്ത മോൻ വളമിടാൻ മിടുക്കനാണ്. അവൻ വളമിട്ട് മൂത്ത മോനും മാത്രമല്ല
അവിടെയുള്ള പലരും, എൻ്റെ ഭാര്യ ഉൾപ്പെടെ, വളവിടാനും വെള്ളം ഒഴിക്കും. ഭാര്യ വെള്ളം ഒഴിക്കാൻ മിടുക്കി, മോൻ വളവിടാൻ മിടുക്കാൻ. സ്തോത്രം. ഇദ്ദേഹം വളമിട്ട്, അപ്പം വളവിടുമ്പോഴേ പറയുന്നുണ്ട്, ഇപ്പം ഞങ്ങൾ രണ്ടുപേരും പറയുന്നൊരു കാര്യമുണ്ട്, സ്തോത്രം, എടാ നിങ്ങൾക്കിങ്ങനെ കുത്തി തന്നാൽ നിങ്ങൾ ഛർദ്ദിക്കും, അതുകൊണ്ട് ഞങ്ങളൊരു പരുവത്തിനേ തരത്തുള്ളൂ, ഇത്രയൊന്നും ചെയ്യരുത്. അനുഭവം വന്നപ്പോൾ പിന്നെ എല്ലാം കൂടെ വലിച്ചു പറിച്ച് ഞാൻ കളയേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ, വളം അങ്ങോട്ട് കൂടുതൽ കയറി അങ്ങോട്ട് ചെന്നു, ഒരേ വളം തന്നെ കൂടെ അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് അടിച്ച് കയറ്റി അങ്ങോട്ട് കൊടുത്ത് ഒരു ദിവസം എന്നോട് പറഞ്ഞ് എല്ലാം ഉണങ്ങിപ്പോയി. ഞാൻ എടുത്തു നോക്കിയ ഉടനെ, സ്തോത്രം, അതിൻ്റെ അടിയിൽ മുഴുവൻ അവൻ വളം കെട്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് അത് മുഴുവനെ ഞാൻ എടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് അതിനെ വൃത്തിയാക്കി രണ്ടാമത് അത് റീസെറ്റ് ചെയ്തു. അപ്പം അതുകൊണ്ട് ഈ അനുഗ്രഹം അങ്ങോട്ട് മാത്രം കൊടുത്ത് നിന്നെ അനുഗ്രഹിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വിശ്വാസികൾക്ക് വളർച്ചയ്ക്ക് ഉണ്ടാകുന്ന സംഭവമല്ല. അതിനോടൊട്ട് വല്ലപ്പോഴും ഒക്കെ അനുഗ്രഹമൊക്കെ പറഞ്ഞ് നിങ്ങളെ വിശ്വാസത്തിൽ ബലപ്പെടുത്തണം. പക്ഷേ അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായ കാര്യങ്ങൾ പുസ്തകത്തിൽ കിടക്കുന്നറിയോ. ഈ ചിലർക്ക് അനുഗ്രഹം വന്നാലേ പാസ്റ്റർമാർക്ക് പ്രസംഗം ഇങ്ങോട്ട് വരത്തുള്ളൂ, എങ്കിലേ കാരണം വിശ്വാസികൾ സ്വോത്രം പറയത്തുള്ളൂ, എങ്കിലേ പ്രസംഗം എറിക്കത്തുള്ളൂ. ഒരു സഭാ പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ആമേൻ പ്രൈസ് ദി ലോർഡ്, ഒരു കൃഷി എങ്ങനെ വളർത്തിയെടുക്കുന്നുവോ അതേപോലെ അതിനെ വളർത്തിയെടുക്കുവാൻ അതാത് കാലഘട്ടത്തിൽ സമയത്തിനനുസരിച്ച്, മാസങ്ങൾക്കനുസരിച്ച്, സീസണുകൾക്കനുസരിച്ച് വചനം കൃത്യമായി കൊടുക്കുമ്പോഴാണ് ഒരു ആത്മീക വളർച്ച ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ അങ്ങനെ ഒരു ഭാഗത്ത് അല്പസമയം നിന്നിട്ട് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ വായിച്ച തിരുവചന ഭാഗത്ത് ചോദിക്കുന്നൊരു ചോദ്യം, ഇത് നേരത്തെ നിൻ്റേതല്ലായിരുന്നോ? ഇത് വിറ്റ ശേഷവും നിൻ്റേതല്ലായിരുന്നോ? ഈ മുതലൊക്കെയും നിൻ്റേതല്ലായിരുന്നോ? പിന്നെ എന്തിനാ ഈ പണിക്ക് പോയത്? ഈ ഒരു ചോദ്യമാണ് ചോദിച്ചത്. ഇന്നും നമുക്ക് പറയാൻ കഴിയുന്നത് ഇതെല്ലാം നമ്മുടെ വകയാണ്, എല്ലാം നമ്മുടെ വകയാണ്, ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം ദൈവത്തിന് നമ്മൾ സ്തോത്രം ചെയ്യുന്നവരായിരിക്കട്ടെ. ഇനി ആ ഭാഗത്തേക്ക് വരാം. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്? ദൈവസഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന കാലഘട്ടമായിരിക്കുന്നു. യേശു കർത്താവിൻ്റെ ശുശ്രൂഷ അവസാനിപ്പിച്ച ശേഷം സ്വർഗാരോഹണം ചെയ്തു. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ ദൈവസഭയിലേക്ക് അയച്ചു. ദൈവസഭയിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അതിന് നിയന്ത്രണം പാസ്റ്റർമാർക്കല്ല, ആമേൻ, വിശ്വാസികൾക്കല്ല, പരിശുദ്ധാത്മാവിനാണ്. അപ്പോൾ അതിനകത്ത് പാസ്റ്റർ വിളച്ചിൽ കാണിച്ചാൽ ആമേൻ വിശ്വാസി ഉപയോഗിക്കും. വിശ്വാസിയും പാസ്റ്ററും വിളച്ചിൽ കാണിച്ചാൽ ജാതികളെ കർത്താവ് ഉപയോഗിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ സഭയെ നശിപ്പിക്കാൻ ദൈവം ഒരു കാലത്തും ആരെയും അനുവദിച്ചു കൊടുക്കില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം. ഞാൻ വിമർശനാത്മകമായി പറയട്ടെ, ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമോ അല്ലെങ്കിൽ സ്ഥാനമോ പെന്തക്കോസ്തുകാർ കൊടുക്കുന്നില്ല. കൊടുക്കുന്ന കുറച്ച് പേരുണ്ട്, കുറച്ച് പേർ അനുഭവത്തിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച് ശുഷ്കാന്തിയോടെ നിൽക്കുന്ന കുറച്ചു പേർ മാത്രമുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആ പരിശുദ്ധാത്മാവ് പത്രോസിൻ്റെ ഉള്ളിൽ കിടന്നതുകൊണ്ടാണ് ചോദിച്ചത്, ഇത് നേരത്തെ ആരുടേതായിരുന്നു, ഇന്നലെ ആരുടേതായിരുന്നു, ഈ കഴിഞ്ഞ സെക്കൻഡുകൾക്ക് മുമ്പ് ആരുടേതായിരുന്നു എന്ന ചോദ്യം വരാൻ ആരും ടെക്സ്റ്റ് മെസ്സേജ് ചെയ്തില്ല. ഇന്ന് നടക്കുന്നതാ. അതുകൊണ്ടാണ് ദൈവദാസന്മാരെ വലിയ പൊക്കിക്കൊണ്ട് നടക്കുന്നത്. അന്ന് പൗലോസിനെ പൊക്കിക്കൊണ്ട് നടക്കാൻ ആരുമില്ലായിരുന്നു, പത്രോസിനെ പൊക്കിക്കൊണ്ട് നടക്കാൻ. ഈ പത്രോസിൻ്റെ അത്രയും ശുശ്രൂഷ ചെയ്യുന്ന ഒറ്റ അഭിഷക്തന്മാർ ഇന്നുണ്ടോ? ഇന്നെല്ലാവരും പൊക്കിക്കൊണ്ട് നടക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ ഒരാളെ വീണ് നമസ്കരിച്ചൊരു പ്രവാചകനെ
അദ്ദേഹം നിന്ന് അനുഗ്രഹിക്കുന്നു. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയല്ലത്. പത്രോസ് ഇതിനെ നോക്കിക്കൊണ്ടാണ് പറയുന്നത്. ചോദിച്ചൊരു ചോദ്യം നിന്റെ മനസ്സിലിരിപ്പുണ്ടല്ലോ, അതെന്താണെന്നറിയാം, അതുകൊണ്ടാണ് ചോദിച്ചത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നീ വന്നത് എങ്ങനെയാ, എന്തിനാണ് ആലയത്തിൽ വന്നത്? അവൻ്റെ മനോഭാവം അറിഞ്ഞിട്ടാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന കാലഘട്ടം, പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അതിൻ്റെ 4-ാം അധ്യായം 8-13 വാക്യങ്ങൾ ശ്രദ്ധിച്ച്, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ ആമേൻ പ്രൈസ് 8-13 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അവരോട് പറഞ്ഞത്, 13-ാം വാക്യം, അവർ പ്രൈസ് ദി ലോർഡ്. എന്തിനാ കാരണം എന്തുവാ അവർ ആശ്ചര്യപ്പെടാൻ? എടാ, ഇവന്മാർക്ക് പഠിപ്പില്ല, ഇവന്മാർക്ക് ആമേൻ പ്രൈസ് ദി ലോർഡ് ഒരു ലാംഗ്വേജും ഇല്ല. നമ്മുടെ ഭാഷ പറയാം. ഇവൻ ഇംഗ്ലീഷ് അറിയത്തില്ലെന്നേ, ഇവന് സ്പാനിഷ് അറിയത്തില്ലെന്നേ, ഇവൻ ഒന്നും അറിയത്തില്ലെന്ന്, ആകെക്കൂടി അറിയാവുന്നത് 2 അക്ഷരം കൂട്ടി വായിക്കാൻ പോലും അറിയത്തില്ല, വർത്തമാനം പറയാൻ അറിയാം എന്നുള്ളതേ ഉള്ളൂ. എടാ, ഒരുത്തൻ മീൻ പിടിച്ചോണ്ട് നടന്നവനാ, മറ്റൊരുത്തൻ ടാക്സി പിടിച്ചോണ്ട് നടന്നവനാ. അപ്പൊ ഇങ്ങനെ നടക്കുന്ന ഇവന്മാരെല്ലാം വന്നിട്ടതാ അവൻ ഇവന്റെയൊക്കെ ധൈര്യം കണ്ടില്ല. ഇവൻ പഠിപ്പില്ലാത്തവൻ. പിന്നെ അവൻ പ്രൈസ് ദി ലോർഡ് ഇവന്റെ കുലം നോക്കിയാൽ ഇതേപോലെ ജനിച്ചു വീണതേ അവൻ സമ്പത്തുള്ള വീട്ടിലല്ല, സാമാന്യനായ ഒരുത്തൻ. നമ്മൾ സ്റ്റേജിൽ ഇരുത്തണമെങ്കിലേ, അവൻ ഒരാളെ അടുപ്പിച്ച് നിർത്തണമെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് വരണമല്ലോ. ഇവൻ വിദ്യാഭ്യാസവുമില്ല, ഇവൻ സാമാന്യനായ അവൻ ഒരു മനുഷ്യന്, ഇവന് പണവുമില്ല, പ്രതാപവുമില്ല, ഒന്നുമില്ല. അവൻ ഇത് കണ്ടിട്ട് ഇവർ ആശ്ചര്യപ്പെടാൻ കാരണം അത്രമാത്രം ജ്ഞാനമുള്ളവരെക്കാൾ അവൻ ജ്ഞാനിയായിട്ട് ഇവൻ സംസാരിക്കുന്നത് കണ്ടു. അതെങ്ങനായിരുന്നു? പരിശുദ്ധാത്മാവകത്ത് വന്നപ്പോഴാ. അപ്പം ആദിമ സഭയിൽ പരിശുദ്ധാത്മാവിന് ഇടം കൊടുത്തതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവർ സംസാരിച്ചത് ദൈവത്തിൻ്റെ സന്ദേശമായിരുന്നു, സ്വന്തം സന്ദേശമല്ലായിരുന്നു. അതുകൊണ്ടാണ് പൗലോസിന്റെ കാൽക്കൽ വീണ് വീണ് നമസ്കരിച്ചപ്പോൾ ഒരുത്തന് അവൻ പറഞ്ഞത്, ഞാനും നിങ്ങളെ പോലെ സമസ്വഭാവമുള്ള മനുഷ്യരത്രേ അവൻ നമസ്കരിക്കേണ്ടത് സർവശക്തനായ ദൈവത്തെയാണ്. ഞാൻ നിങ്ങളോട് തീർത്തു പറയട്ടെ, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നെ ഉൾപ്പെടെ ഒറ്റ ഉപദേശിമാരെ നിങ്ങൾ പൊക്കിക്കൊണ്ട് നടക്കരുത്. ഒറ്റ ഉപദേശിമാരെ പൊക്കിക്കൊണ്ട് നടക്കരുത്. അവരും ഞാനും നിങ്ങളും തുല്യരാണെന്ന് മനസ്സിലാക്കുക. ഒരു പ്രത്യേക സമയത്തേക്ക് ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എൻ്റെ മേൽ വചനം ദൈവം തരുന്നു, ഞാനതങ്ങ് പറയുന്നു. തമ്പുരാൻ പറയും ഇപ്പം സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ മിണ്ടാൻ പറ്റത്തില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തിക്കാൻ നമ്മൾ സമയം വിട്ടുകൊടുക്കാൻ തയ്യാറാവട്ടെ. ഇവിടെ പരിശുദ്ധാത്മാവും സാത്താനും തമ്മിലുള്ള വലിയൊരു ഫൈറ്റിങ്ങാണ് നടക്കുന്നത്. നമ്മുടെ അവസ്ഥയിൽ പറഞ്ഞാൽ മനുഷ്യനും ആ ദൈവത്തിൻ്റെ ആത്മാവും തമ്മിൽ എന്ന് പറയും. അങ്ങനല്ല, ദൈവാത്മാവും സാത്താനും തമ്മിൽ എപ്പോഴും ഫൈറ്റിംഗ്. ഇതിനിടയ്ക്കൊരു ഉപകരണം മാത്രമാണ് നമ്മൾ, ഉപകരണം മാത്രമാണ്. ഈ അനന്യാസ് എന്ന് പറയുന്ന മനുഷ്യരോ സഫീറ എന്ന മനുഷ്യരോ അവരെ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. യൂദയ നല്ല മനുഷ്യനായിരുന്നു. പലരും പലതും പറയാറുണ്ട്, എനിക്കതിനോട് യോജിപ്പില്ല. കാരണം കർത്താവിൻ്റെ കൂടെ 3.5 വർഷം നടന്നവനാ. ആണോ? അതുവരെ അവനൊരു തെറ്റും ചെയ്തതായിട്ട് യേശുക്രിസ്തു ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ? ഇല്ല. പിതാവായ ദൈവത്തിൻ്റെ ആലോചന നിറവേറ്റേണ്ടതിന് ഒരു യൂദയെ ദൈവം ഉപയോഗിച്ചു. ഇല്ലെങ്കിൽ പത്രോസിനെടുത്തേനെ. കാരണം ആരെങ്കിലും ഒറ്റക്കൊടുക്കണ്ടേ, ആരെങ്കിലും അത് ചെയ്യണ്ടേ.
അതിനുവേണ്ടി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്നേരം ഒരു മാറ്റം. എന്നാൽ പത്രോസിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ അവൻ അത് കീഴ്പ്പെടുത്തി കൊടുക്കാൻ, ദൈവത്തിന് ഹിതകരമായ ശുശ്രൂഷ ചെയ്യാൻ സമർപ്പിച്ചതുകൊണ്ട് അവൻ യാത്ര ചെയ്യുകയാണ്. അതുകൊണ്ട് അവരോട് പറയുന്നത്, നിങ്ങളെ ഇപ്പോൾ സാത്താൻ കൈയടക്കിയിരിക്കുകയാ, കൈവശമാക്കിയിരിക്കുകയാ. ഇന്നത്തേക്കാ കൈവശമാക്കിയിരിക്കുക. നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ, നമ്മൾ വലിയ ഭക്തന്മാരാ. അബദ്ധം പറ്റാത്ത ഭക്തന്മാരിനകത്ത് ഇരിപ്പുണ്ടോ? എനിക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന് പറയാത്ത ആരെങ്കിലും പാസ്റ്റർമാരോ വിശ്വാസികളോ ഇതിനകത്തുണ്ടോ? ആരെങ്കിലും കാണിക്കാൻ പറ്റുമോ? വലിയ വലിയ നേതാക്കന്മാർ മുതൽ യേശു കർത്താവ് ഒഴികെ അപ്പോസ്തലന്മാർ, ബിഷപ്പന്മാർ, പാസ്റ്റർമാർ, വിശ്വാസികൾ എല്ലാവർക്കും എന്ത് ചെയ്യാറുണ്ട്? അബദ്ധങ്ങൾ പറ്റാറുണ്ട്, തെറ്റുകൾ പറ്റാറുണ്ട്. ആ തെറ്റുകളെ തിരുത്തി വരുമ്പോഴാണ് നീ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുന്നത്. ഇവിടെയും അവർക്ക് അവസരം കൊടുത്തോ ഇല്ലയോ? കൊടുത്തോ? പറഞ്ഞാട്ടെ, ധൈര്യത്തോടെ പറ. ഒത്തിരി ബൈബിൾ വായിച്ചിട്ടുള്ളവരല്ലേ? കൊടുത്തോ ഇല്ലയോ? ഉറക്കെ പറ. കൊടുത്തു. എങ്ങനെയാ കൊടുത്തെന്നറിയാവുന്നേ? പറഞ്ഞാട്ട് ഉറക്കെ പറ എന്നുള്ള ചോദ്യം. ആ ചോദ്യം വന്നപ്പോൾ മറുപടി കൊടുക്കായിരുന്നു. തെറ്റുപറ്റിപ്പോയി, ഒരബദ്ധം പറ്റിപ്പോയി എന്നവർക്ക് പറയാനുള്ള അവസരം വെച്ചിരുന്നു. അവൻ ഭാര്യയ്ക്കും വെച്ചിരുന്നു, ഭർത്താവിനും വെച്ചിരുന്നു. എന്നാൽ അവർ രണ്ടുപേരും പറഞ്ഞത്, അവൻ വ്യാജം പറഞ്ഞതിനാൽ മാത്രമാണ് അവർ ലോകത്തുനിന്ന് മാറ്റപ്പെടേണ്ടി വന്നത്. പ്രിയമുള്ളവരെ, എത്രമാത്രം തെറ്റുകൾ ചില സമയങ്ങളിൽ ആരാധിക്കുന്ന വിശുദ്ധി നിൽക്കുന്നെന്ന് പറയുന്നു നമുക്ക് സംഭവിച്ചിട്ടുണ്ട്, ഇല്ലേ? സ്തോത്രം. എന്നാൽ വൈകുന്നേരങ്ങളിൽ കർത്താവേ, ഇന്നെനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, അല്ല ചെയ്തു കഴിഞ്ഞപ്പോൾ അബദ്ധം പറ്റിപ്പോയി എന്ന ചിന്ത വീണിട്ട് ദൈവസന്നിധിയിൽ നിലവിളിച്ചതുകൊണ്ടാ, അവിടുത്തെ ദീർഘക്ഷമ ഉള്ളതുകൊണ്ടാ ഇന്ന് പകൽ ഞാനും നിങ്ങളും ദൈവത്തെ ആരാധിപ്പാൻ സജ്ജരായിരിക്കുന്നത്. ഇന്ന് രാവിലെ സമയം നാം കേട്ടതുപോലെ അവൻ്റെ ദയ ഒന്നും മാത്രമാണ് ഇന്നും ഭക്തന്മാരായി നമുക്ക് നിൽപ്പാൻ ദൈവം കൃപ നൽകുന്നത്. അപ്പൊ ഇവിടെ സാത്താനും പരിശുദ്ധാത്മാവും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. യുദ്ധം നടക്കുമ്പോൾ വിജയിച്ചത് ഒന്നാം ഘട്ടം സാത്താനാണെങ്കിലും രണ്ടാം ഘട്ടം വിജയിച്ചത് പരിശുദ്ധാത്മാവാണ്. എന്താ? ഒന്നാം ഘട്ടത്തിൽ വിജയശ്രീലായി അനന്യാസ് വന്ന് വിജയം ഘോഷിക്കുമ്പോൾ സാത്താൻ അവനെ പറയുന്നു, ഞാൻ ഇവനെ പിടിച്ചടക്കി എന്ന് പറയുമ്പോൾ ആമൻ പ്രൈസ് ദി ലോർഡ്, പരിശുദ്ധാത്മാ പറയില്ല, നിനക്ക് ഇവനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ഞാനെന്ന ആമൻ ആസ്തിത്വം, ഞാനെന്ന വ്യക്തിത്വത്തെ ഉയർത്തി നിർത്താൻ കഴിയുന്നൊന്നുണ്ട്, അത് സത്യമാണ്. ആ സത്യം ആർക്കും മറച്ചു വെക്കാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ആ സത്യത്തിൻ്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അടുത്ത സംഭവിച്ചത്, പത്രോസ് ചോദിക്കുന്നത് ഇത് സത്യമല്ലോ എന്ന് ചോദിക്കുമ്പോൾ വ്യാജം പറഞ്ഞപ്പോൾ മറുപടി കൊടുത്തത് അവിടെ ജീവൻ നഷ്ടപ്പെടുത്തുകയായിരുന്നു. അവിടെ ജയിച്ചത് പരിശുദ്ധാത്മാവാണ്, അവിടെ ജയിച്ചത് കർത്താവിൻ്റെ നാമമാണ്. അതുകൊണ്ട് പറയട്ടെ, ആമൻ പ്രൈസ് ദി ലോർഡ്, ഞാനും നിങ്ങളും ഏതെങ്കിലും വിഷയത്തിൽ അകപ്പെടുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ഭാഗത്തു നിൽക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവട്ടെ. അല്പസമയത്തെ ലാഭത്തിനോ അല്പ സെക്കൻഡുകളുടെ ഉയർച്ചയ്ക്കോ ഞാനും നിങ്ങൾക്കും അവൻ ലഭിച്ചതായ ദൈവകൃപ നഷ്ടപ്പെടുത്തരുത്. ഒരുപക്ഷെ $2, $10, $100 നമുക്ക് കിട്ടിയെന്നിരിക്കും.
അത് അടുത്ത സെക്കൻഡിൽ ഇവിടുത്തെ ഏതെങ്കിലും മെതഡിസ്റ്റുകാരോ ബെയിലറുകാരോ പറയും ഇൻഷുറൻസ് കവർ ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ മാത്രം മതി, ആ 100-ന് 10,000 പോകുമെന്ന് ഓർത്തുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ വിറയലോടെ നിൽപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ. സ്തോത്രം. ഇത് വലിയ മുഖംമൂടി ധരിച്ചുകൊണ്ടാണ് വന്നേ. ഈ മുഖംമൂടി അവിടെ പത്രോസ് അഴിച്ചിടുകയായിരുന്നു. മുഖംമൂടി ധരിച്ചു കഴിഞ്ഞാൽ ആരാന്ന് വ്യക്തതയില്ലല്ലോ. സ്തോത്രം. പക്ഷേ മുഖംമൂടി ധരിക്കുമ്പോൾ ആമേൻ പ്രൈസ് ദി ലോർഡ്, അറിയാവുന്നവർക്കറിയാം ഇത് മുഖംമൂടിയാണോ അല്ലയോ എന്ന്. പത്രോസ് ഹൃദയങ്ങളെ ആരാഞ്ഞത് ആത്മനിയോഗത്തോടുകൂടിയായിരുന്നു. അവൻ തിരിച്ചറിഞ്ഞു ഈ വന്നിരിക്കുന്നവൻ്റെ ഉദ്ദേശം എന്തുവാണ്. ഇന്ന് പല സഭകളിലും ഇതാണ് നടക്കുന്നത്. വന്നവൻ്റെ ഉദ്ദേശം എന്താണെന്ന് ആർക്കും തിരിച്ചറിയത്തില്ല. അതുകൊണ്ടാണ് ദൈവസഭയിൽ സ്പ്ലിറ്റ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ദൈവസഭയിൽ പ്രശ്നങ്ങൾ അങ്കുരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവഹിതമല്ലാത്ത ഒരെണ്ണം. എന്താ പറ, വാക്യങ്ങൾ പറ, പ്രാർത്ഥിക്കുന്നവർ പറ. ഉറക്കെ പറയുന്നേ, ഇതിനകത്തോട്ട് കാല് കുത്തരുത്. ദൈവഹിതമുള്ളവരനകത്ത് വരണം. അവരെ കൊണ്ടാണ് ദൈവസഭ പണിയേണ്ടത്. സ്തോത്രം. അതുകൊണ്ട് ഇവിടെ പറയുന്നു മുഖംമൂടി ധരിച്ചുകൊണ്ട് അവർ വൈകിയ. എന്തിനാ മുഖംമൂടി ധരിച്ചത്? ഞാൻ ഏതാണ്ടോ ആണെന്ന് കാണിക്കാൻ. അതെന്താ? ബർന്നബാസ് വന്നെന്ത് ചെയ്തു? പിന്നെ അവൻ അങ്ങോട്ട് മാനസാന്തരപ്പെട്ടപ്പോൾ അവന് കിട്ടിയതെല്ലാം കൊണ്ടുവന്ന് പത്രോസിന്റെ പൗലോസിന്റെ ഒക്കെ കാൽക്കീഴെ കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കീഴിൽ അങ്ങ് വെച്ചു. എന്നാ പിന്നെ എനിക്ക് വായിക്കൂടെ? സകലതും പൊതുവക എന്നെണ്ണിയില്ലേ? അയ്യോ, അങ്ങനെ നിയമമുണ്ടോ? ഉണ്ടോ? നിയമമൊന്നുമില്ല. ഇതും തെറ്റായി പഠിപ്പിക്കുന്ന ഉപദേശിമാരുണ്ട്. അങ്ങനെ നിയമമൊന്നുമില്ലായിരുന്നു. എല്ലാവരും കൊണ്ട് കാൽക്കൽ വെക്കണമെന്ന് നിയമമൊന്നുമില്ല. ഇന്നത്തെ ജനറേഷൻ ചർച്ചക്കാർ പറയുന്ന പോലെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതെല്ലാം ഊരി മുമ്പോട്ടെങ്കിൽ കൊണ്ടുപോവാം. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ പോവാം. നിങ്ങളുടെ കാറുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോവാം. കഴിഞ്ഞ ആഴ്ചയിലും കേട്ടു വേറൊരിടത്ത് നിങ്ങളെ കൊണ്ടുവന്ന സ്വർണ്ണം ഇങ്ങോട്ട് കൊണ്ടുപോവാം. ഇത് കൊണ്ട് കൊടുക്കാൻ കുറെ ആൾക്കാരുമുണ്ട്. ഇവിടെ അങ്ങനെ നിയമമൊന്നുമില്ലായിരുന്നു. അവനവന് ലഭിച്ച പ്രാഗൽഭ്യം അതായിരുന്നു. പരിശുദ്ധാത്മാവിൽ അത് പ്രാപിച്ച് അവർ ചെയ്തു. തെളിവ് പറയാം. പത്രോസ് തടവിലായപ്പോഴേ കുറച്ചുപേർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എവിടായിരുന്നു? ദൈവസഭയ്ക്കകത്തായിരുന്നോ? പിന്നെ എവിടായിരുന്നു? വീട്ടിൽ. ആരുടെ വീട്ടിൽ? മറിയയുടെ വീട്ടിൽ. മർക്കോസിൻ്റെ അമ്മയായ മറിയയുടെ വീട്ടിൽ ജനം കൂടി വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഓല കെട്ടി വീട്ടിൽ ചെറിയൊരു ഷെഡിനകത്തായിരുന്നു ഇരുന്നേ. അപ്പോൾ അത്രയും ആൾക്കാർ കൂടി വന്നിരിക്കാൻ, അതും എങ്ങനെ പേടിച്ചായിരിക്കുന്നേ? ഇന്നത്തെ ഭാഷ പറഞ്ഞ സൗണ്ട് പ്രൂഫ് ചെയ്ത വീടായിരിക്കണം. അപ്പം വലിയൊരു വീട്ടിൽ പണ്ഡിതന്മാർ എഴുതി വച്ചിരിക്കുന്നത് മർക്കോസിൻ്റെ അമ്മ മറിയയുടെ വീട് വിശാലമായ വലിയൊരു വീടായിരുന്നു. അവളും വിശ്വാസിയായിരുന്നു. അപ്പോൾ അങ്ങനെ നിയമമുണ്ടായിരുന്നെങ്കിൽ മറിയം എന്ത് ചെയ്തേനെ? ഈ വീട് വിറ്റിട്ട് കൊണ്ടുവച്ചേനെ. അങ്ങനെ നിയമമില്ല. പിന്നെ എല്ലാവരും ചെയ്യുന്നു. ഞാൻ പ്രൈസുള്ള എനിക്ക് ആ പ്രാഗൽഭ്യം ലഭിച്ചു, ഞാനും കൊണ്ടെന്ത് ചെയ്തു? കാൽക്കൽ വെച്ചു. അത്രേ ഉള്ളൂ. നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ അത് നമ്മുടെ മനസ്സാ. ഹൃദയങ്ങളെ അറിയുന്നത് ദൈവം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നു? പത്രോസിൻ്റെ മുമ്പിൽ ആമൻ പ്രൈസ് അവരുടെ മനസ്സ് തുറന്നു. അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ മുമ്പിൽ അവരുടെ മനസ്സ് തുറന്നു. ഞങ്ങളെ ഇത്രയും അനുഗ്രഹിച്ച ദൈവത്തിന് മുൻപാകെ അവർ കൊണ്ടുവന്ന് വെച്ചു. സകലതും പൊതുവകയെന്നെണ്ണി. അവിടെ ദരിദ്രനില്ലായിരുന്നു, സമ്പന്നനില്ലായിരുന്നു, ഉന്നതനെന്നില്ലായിരുന്നു, താണവനെന്നില്ലായിരുന്നു. എല്ലാവരെയും ഒരുപോലെ കണ്ടു. സ്തോത്രം. അത് കണ്ടിട്ട്
എനിക്കും വലിയവനാവണമെന്നൊരു ചിന്തയകത്ത് കയറിയവനാണ് അനന്യാസും സഫീറയും. അല്ലാതെ അവർക്ക് ആത്മപ്രേരണ ഉണ്ടായി ചെയ്തതല്ല. ഞാൻ നിർത്തുകയാണ്. ഇന്നുണ്ടായിരിക്കുന്ന, പറയാൻ അനവധിയുണ്ട് കേട്ടോ, സ്തോത്രം, ഇന്നുണ്ടായിരിക്കുന്ന പല പരിപാടികളും പണം കൊടുത്താണ് നടക്കുന്നത്. ഒരു ജനറൽ കൺവെൻഷന് പ്രസംഗിക്കണമെങ്കിൽ ഡോളർ എണ്ണി ഇവിടുന്ന് വിടണം. എന്നിട്ട് പറയും ദൈവാത്മാവ് എന്നെ നയിക്കാം. ഇതിനൊക്കെ ഞാൻ ശക്തമായി നാട്ടിൽ മാത്രമല്ല എല്ലാ കാലത്തും പ്രതികരിക്കും. കാരണം ദൈവാത്മാവിൽ ആമേൻ പ്രൈസ് ദി ലോർഡ് ഒരുവൻ ശുശ്രൂഷിക്കുന്നെങ്കിൽ അവൻ പണം കൊടുത്തിട്ടല്ല, അത് ദൈവാത്മാവിൽ ശുശ്രൂഷിക്കേണ്ടത്. അവൻ പണം കിട്ടിയാലും കിട്ടിയാലും പ്രാർത്ഥിക്കുക, ദൈവം സമയത്ത് നിന്നെ അവിടെ കൊണ്ടെത്തിക്കും. റെയ്നാഡ് ബോങ്കയ്ക്കാരും പണം കൊടുത്തിട്ടല്ല ഇന്ത്യയിൽ വന്ന് ദൈവവചനം അറിയിച്ചത്. അദ്ദേഹം കോടിക്കണക്കിന് രൂപ ഇന്ത്യയിലേക്ക് അങ്ങോട്ടെറിഞ്ഞാണ് അവിടെ ദൈവവചനം അറിയിക്കാൻ വന്നത്. സ്തോത്രം. കോടിക്കണക്കിന് അങ്ങോട്ടെറിഞ്ഞു. ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാ. അവിടെ വന്ന് അവിടെ ഞാൻ കണ്ടു രോഗികൾ സൗഖ്യമാകുന്നത്. അദ്ദേഹം പ്രാർത്ഥിച്ചു പോയിട്ടും അന്ന് സണ്ണിച്ചാനൊക്കെ നാട്ടിലുണ്ടായിരുന്നു. എൻ്റെ ചിന്ത, പ്രാർത്ഥിച്ചു പോയി അദ്ദേഹം. ഒരു മീറ്റിംഗ്, ഒരു സെക്ഷൻ കഴിഞ്ഞു പോയി. ഞാൻ ആ വഴി ഇങ്ങനെ നടക്കുകയാണ്. ആ ഗ്രൗണ്ടിൻ്റെ ആ സ്റ്റേഡിയത്തിൻ്റെ ബാക്കിൽ കൂടെ നടക്കുമ്പോൾ അനേക മുറികളുണ്ട്. ഓരോ സഹോദരിമാരും സഹോദരന്മാരും അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ കേൾക്കുമ്പോൾ തുള്ളിച്ചാടുന്ന ശബ്ദം ഞാൻ കേട്ടു. വേറൊന്നുമല്ല, ആമൻ പ്രൈസ് ചെവി കേൾക്കാത്തവൻ അവൻ പ്രൈസ് ചെവി കേൾക്കുന്നു, കണ്ണ് കാണാത്തവൻ കണ്ണ് കാണുന്നു. അവൻ എന്ന് വേണ്ട അത്ഭുതങ്ങൾ എൻ്റെ കണ്ണാലെ എനിക്ക് കാണാനിട വന്നു. സ്തോത്രം, സ്തോത്രം. അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. ആ അഭിഷക്തനെ ദൈവം ശക്തമായി ഉപയോഗിച്ചു. അതുകൊണ്ട് പറയട്ടെ, പരിശുദ്ധാത്മാവിന് ഇന്നും പ്രവർത്തിപ്പാൻ കഴിയുമെന്നുള്ളതിന് സംശയമല്ല. പക്ഷേ അതൊരു ശുശ്രൂഷയാക്കി, അതൊരു പോക്കറ്റ് കനം കൂട്ടുന്ന ശുശ്രൂഷയാക്കി അഭിഷക്തന്മാരെന്ന് പറയുന്നവ തീർത്തപ്പോഴാണ് ഇത് വികലമായി പോയത്. എന്നാൽ ദൈവകൃപ പ്രാപിച്ച ദൈവമക്കളെ, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അത് മറ്റാരും കാണിക്കാനുള്ളതല്ല, മറ്റാർക്കും വെളിപ്പെടുത്തുവാനുള്ളതല്ല, മറ്റാർക്കും അടിയറ വയ്ക്കാനുള്ളതല്ല. പിന്നെയോ അത് നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവം നമ്മെ അയക്കുന്നത് എവിടെയോ അത് അവിടെ ഉപയോഗിപ്പാൻ പരിശുദ്ധാത്മാവ് നമുക്ക് നിയോഗം തരും. ഒരുപക്ഷെ ജോലി സ്ഥലത്തായിരിക്കും തരുന്നത്, നമ്മളെ ആരും അറിയത്തില്ലായിരിക്കാം. സ്തോത്രം. വേണ്ടാന്നേ, അറിയണ്ടാന്നേ, ആരും അറിയണ്ട. സ്തോത്രം. നമ്മുടെ പേര് വലുതാകണ്ടാന്നേ. സ്തോത്രം. ആമേൻ പ്രൈസ് ദി ലോർഡ്. സ്റ്റേജ് കിട്ടണ്ടാന്നേ, ഇതൊന്നും വേണ്ട. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഞാൻ ആ പരിശുദ്ധാത്മാവിനെ വിൽക്കാൻ തയ്യാറല്ല. കർത്താവേ, ആ പരിശുദ്ധാത്മാവ് എന്തു പറയുന്നു അത് ചെയ്യാൻ ഞാൻ തയ്യാറാ. സ്തോത്രം. അത് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. അത് ചെയ്യാൻ പരിശുദ്ധാത്മാവ് നമ്മൾ ഉപയോഗിക്കും. അത് ഉപയോഗിക്കുമെന്ന് ഉറപ്പുള്ളവർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പറയട്ടെ ദൈവമക്കളെ, നമ്മൾ സ്കൂൾ കോളേജിൽ പഠിക്കുന്നവരുണ്ട്, സ്കൂളിൽ പഠിക്കുന്നവരുണ്ട്. സ്തോത്രം. ആമൻ. വിവിധ ജോലികൾ ചെയ്യുന്നവരുണ്ട്. എൻ്റെ അനുഭവത്തിൽ ഒറ്റ വാക്ക് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് വിടാൻ താല്പര്യപ്പെടുക. അല്പസമയം കർത്തദാസൻ സൂക്ഷിക്കണമല്ലോ. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം ട്യൂഷനായി ഞാൻ പോയി 10ാം ക്ലാസ്സിൽ. വലിയ ആത്മീയനൊന്നുമല്ല, എനിക്കറിയില്ല. അങ്ങനെ എൻ്റെ കൂടെയുള്ള പഠിക്കുന്നവരെല്ലാം എന്നോട് പറഞ്ഞ് എന്നെ വിളിക്കുന്നത് അച്ചായ എന്നാ. എന്നെക്കാൾ പ്രായമുള്ളവരാണ് കൂടെ പഠിക്കുന്നവരൊക്കെ. എന്നെ വിളിക്കുന്ന അച്ചായ എന്നാ. കാരണം ഞാൻ പെന്തക്കോസ്തുകാരനെന്നറിയാം. ചിറ്റാറുകാരനായ ഒരു മനുഷ്യൻ, ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യൻ എൻ്റെ അടുക്കൽ ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിൻ്റെ സമയം മാറ്റി നിർത്തിക്കൊണ്ടിരുന്നു പറഞ്ഞു, ബിനു എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാനാകെ പേടിച്ചു. ഇത് പാസ്റ്റർമാർ ചെയ്യുന്ന കണ്ടിട്ടുള്ളേ. സ്തോത്രം. ഞാൻ പറഞ്ഞു, എടാ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. അല്ല, എന്നോട് പറയുന്നു നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എൻ്റെ തലയെല്ലാം കൂടെ പൊട്ടിപ്പോകുന്നു. ആമേൻ.
എനിക്ക് വല്ലാത്ത പ്രയാസം ഞാൻ അനുഭവിക്കുക, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ അവനെ വിളിച്ചുകൊണ്ട് ബാത്റൂമിൽ പോയി. കാരണം ആരും കേൾക്കരുത്. സ്തോത്രം. ഞാൻ വിളിച്ചുകൊണ്ട് ബാത്റൂമിൽ പോയി. ബാത്റൂമിൽ പോയിട്ട് എനിക്കറിയാവുന്ന ഭാഷയിൽ ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. പറയട്ടെ, അവൻ അല്പ സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ അടുക്കൽ ഓടി വന്ന് പറഞ്ഞു, ബിനു, കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ബിനു, കർത്താവ് എന്നെ തൊട്ടു, എന്നെ സൗഖ്യമാക്കി. ഞാൻ ഇന്ന് അത് പബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ. സ്തോത്രം. എൻ്റെ ഭാര്യയോട് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ, സ്തോത്രം, ഇതുപോലെ നമ്മെ കോളേജിൽ, സ്കൂളിൽ, ജോലി സ്ഥലത്ത് ആരും കണ്ടില്ലെങ്കിലും ഉപയോഗിക്കാൻ ദൈവം തയ്യാറാണ്. നമ്മളാരും ആമൻ വെട്ടിപ്പോ നമുക്കാർക്കും സ്റ്റേജോ വേണ്ട. സ്തോത്രം. നമുക്ക് സ്റ്റേജ് വേണ്ട. ദൈവമക്കളെ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാ. നിങ്ങൾക്ക് ലഭിക്കുന്നൊരു സമയം ഒരു കൊച്ചു കുഞ്ഞിനു വേണ്ടിയെങ്കിലും പ്രാർത്ഥിക്കാൻ അവസരം കിട്ടും. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട. ഇത്ര മാത്രം നിങ്ങൾ ചെയ്യുക. ഞാൻ അറിഞ്ഞ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഞാനിങ്ങനെ പറയട്ടെ, ഒന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം, ദൈവമേ, എന്നെ തൃക്കരങ്ങളിൽ തരുന്നു, എൻ്റെ കുടുംബത്തെ തരുന്നു. യേശുവേ, അവിടുത്തെ രക്തത്താൽ അവരെ മുദ്രയിട്ട് കൊള്ളണമേ. എന്നെയും മുദ്രയിട്ടോണം. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, എന്നെയും എൻ്റെ കുടുംബത്തെ, എൻ്റെ മാതാപിതാക്കന്മാരെയും എല്ലാവരെയും അവിടുന്ന് മുദ്രയിട്ട് കാത്തുകൊള്ളണമേ. എൻ്റെ കുറവുകളെ ക്ഷമിക്കണമേ. ഈ സഹോദരിക്ക് വേണ്ടി, ഈ സഹോദരന് വേണ്ടി, ഈ മോന് വേണ്ടി, ഈ കൂട്ടുകാരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മറ്റിവിടുത്തെ വൈനാട് പൊങ്കെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എഫക്റ്റീവ് പ്രാർത്ഥനയായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥന സ്വർഗത്തിൽ ദൈവം അംഗീകരിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൂട്ടുനിൽക്കും. ആമൻ. അങ്ങനെ ഒരു ശുശ്രൂഷയ്ക്കായി ഇന്ന് പകൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. പിന്നീട് ഇനിയും സമയമുള്ളപ്പോൾ ബാക്കി കാര്യങ്ങൾ ശുശ്രൂഷിക്കാം. അവിടെ എഴുതി വച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിന് അവിടെ എഴുതി വച്ചിരിക്കുകയാ, സാത്താൻ നിങ്ങളെ കൈവശപ്പെടുത്തിയോ? ഒരു ചോദ്യം ഞാൻ അവിടെ ചോദിക്കുകയാണ്. ഏതെങ്കിലും വിഷയത്തിൽ പിശാചിന് നമ്മൾക്കിടം കൊടുത്തിട്ടുണ്ടാവാം. മനുഷ്യരാ, നമ്മളൊന്നും പൂർണ്ണരൊന്നുമല്ല. ഉണ്ടെങ്കിൽ അത് അടിമപ്പെടുത്താൻ നമ്മൾ അനുവദിച്ചു കൊടുക്കരുത്. ഒരു പക്ഷെങ്കിൽ അവസരം വന്നേക്കാം, എന്നാൽ അടിമപ്പെടുത്താൻ, ആ നുകമെടുത്ത് ഇവിടെ വെക്കാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കരുത്. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഒരു നിമിഷം നമുക്കെല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം. അതൊരു നിയോഗമായി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഏതെങ്കിലും നുകം, ചിന്തകൾ, സ്വഭാവങ്ങൾ, ഹാബിറ്റുകൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്നെ കീഴ്പ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ അവരവർ തന്നെ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഇന്ന വിഷയത്തിൽ ഞാൻ അഡിക്റ്റാണ്, അതിന് ഞാൻ അടിമയാണ്, ഞാനത് മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ അതിന് കഴിയുന്നില്ല. ഇന്ന് പകൽ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. എനിക്കതിൽ നിന്ന് റിലീസ് വേണം. കർത്താവേ, എനിക്കതിന് റിലീസ് ആവശ്യമാണ്. അവിടുത്തെ വിടുതലിൻ്റെ കാര്യം എൻ്റെ മേൽ നീട്ടണമേ എന്ന് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. അനന്യാസിനോട് ചോദിക്കുന്നത് ചോദ്യം, നിൻ്റെ ഹൃദയം അവൻ സാത്താൻ കൈവശപ്പെടുത്തിയോ? പൂർണ്ണമായും കീഴ്പ്പെടുത്തിയോ? അതെ, ഇന്ന് പകൽ പറ. എങ്കിൽ കീഴ്പ്പെടുത്തിയെന്ന് ധൈര്യത്തോടെ പറ. കർത്താവേ, അങ്ങനെ സംഭവിച്ചു പോയി. ആമേൻ. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. ഇന്ന് പകൽ അതിന്മേലൊരു ജയം എനിക്ക് വേണം. ഇന്ന് പകൽ ജയം എനിക്ക് വേണം. ഇന്ന് പകൽ ആ ജയം വേണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ മുഖങ്ങൾ ഒടിയണം. ആമേൻ. കർത്താവ് യേശുവേ, അത് സംഭവിക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആരെല്ലാം ഉണ്ടോ അവരുടെ മേൽ ആ മുഖം, ആമൻ, ഏത് മുഖമാണോ ആമൻ അവരെ കീഴ്പ്പെടുത്തുന്നത്, ആമൻ, പ്രൈസലോ, ഹാബിറ്റാക്കി വെച്ച് തീർക്കുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറ്റിവെക്കുന്നത്, ദൈവത്തിന് ഹിതമല്ലാത്ത രീതിയിൽ അവരെ കൊണ്ടുപോകുന്നത്, ഇന്ന് പകൽ യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ മുഖം ഒടിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ മുഖം ഒടിയുവാൻ കൽപ്പിക്കുന്നു. ആമേൻ. കർത്താവ്
കർത്താവ് യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കാൻ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടത്. ആമേൻ. കർത്താവ്, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയം എനിക്കറിയില്ല, പരിശുദ്ധാത്മാവിനെ അറിയുന്നു. കർത്താവ്, ഇന്നെ ആ വിഷയം എന്നെ ആമൻ കീഴ്പ്പെടുത്തുന്നുണ്ട്, ആ ചിന്ത എന്നെ കീഴ്പ്പെടുത്തുന്നുണ്ട്, ആമൻ ആ ഭാരം എന്നെ കീഴ്പ്പെടുത്തുന്നുണ്ട്, അതെന്നെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ആമൻ പ്രൈസ് ദി ലോർഡ്, അതിന്മേൽ എനിക്ക് ജയം വേണം. ആമൻ അത് ഒടിയണം കർത്താവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവൻ അത് ഒടിയട്ടെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. കർത്താവേ, ഈ നിന്റെ മക്കളുടെ മേൽ, അടിയന്റെ മേൽ ആമൻ ആമൻ കർത്താവേ കീഴ്പ്പെടുത്തി നിൽക്കുന്ന ആമൻ പിശാച് അവകാശവാദം മുഴക്കി, ആമൻ ആമൻ അവകാശവാദം മുഴക്കി കീഴ്പ്പെടുത്തുവാൻ ആമൻ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്ന ആ അടിമ നുഖത്തെ, ആ നുഖത്തെ ഇന്ന് പകൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ തകർത്തെറിയുകയാ. ആ നുഖം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒടിയട്ടെ. അതങ്ങനെ സംഭവിച്ചിരിക്കുകയാൽ സ്തോത്രം. അങ്ങയുടെ നാം മഹത്വം എടുക്കുന്നതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.